ഹലോ, വെൽക്കം സീനൂസ് പത്മിനി വ്ളോഗിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ കണ്ണൂർ കോട്ടയാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുന്നത്. ഞങ്ങളുടെ സ്വന്തം നാടായ കണ്ണൂരിലെ കണ്ണൂർ കോട്ട. ഇത് കോട്ടയുടെ ഫ്രണ്ട് ഭാഗമാണ്. ഫസ്റ്റ് ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കോട്ടയുടെ ഉള്ളിൽ കയറണം. കയറുമ്പോൾ തന്നെ കുറച്ച് ഉദ്യാനം, കുറച്ച് ചെടികളൊക്കെ വെച്ച് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. പക്ഷേ ഇപ്പോൾ അതൊക്കെ കുറച്ച് കാട് പിടിച്ചു പോയി. അവിടെ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ട്. പക്ഷെ അതൊക്കെ ഇപ്പോൾ നോക്കാതെ കുറച്ച് അനന്തമായ നിലയിൽ കുറച്ച് കാടൊക്കെ പിടിച്ച് ഇതായി പോകുന്നുണ്ട്. അധികൃതരുടെ ശ്രദ്ധയിലേക്ക് അത് പോയിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. ഞാനൊരു ലീവുള്ള ദിവസമാണ് പോയത്, ഒരു ദീപാവലി ദിവസം. അപ്പോൾ അന്ന് സ്കൂളിൽ കുറേ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. കുറച്ച് മോർണിംഗ് പോയതുകൊണ്ട് അധികം ചൂടൊക്കെ കുറവായിരുന്നു. പിന്നെ ഉച്ചക്കേഷനിലാണെങ്കിൽ വെയിൽ ആയതുകൊണ്ട് നമുക്ക് ചൂട് അനുഭവപ്പെടും. കടലിൻ്റെ കരയിൽ തന്നെയാണ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് പഴക്കമുള്ള കോട്ടയാണ്. ഇതിൽ കുതിരാലയവും അങ്ങനെ പല കെട്ടിട സമുച്ചയങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ കോട്ട. കോട്ടയുടെ കഴിഞ്ഞ വർഷം കോട്ടയിൽ നിന്ന് കുറേ മൈനുകളൊക്കെ, ഗുണ്ട് എന്ന് പറയുന്നില്ലേ, മറ്റേ വെടിപൊട്ടിക്കുന്ന അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറേ ജിയോളജി വകുപ്പ് വന്നിട്ട് കുഴിച്ചെടുത്തിരുന്നു. ഒരു 10-70-50 മേലെ എന്തായാലും സാധനം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ പീരങ്കിയൊക്കെ വെച്ചിട്ടുണ്ട്. കോട്ടയുടെ ചുറ്റുമായിട്ട് ശത്രുക്കൾ ആക്രമിക്കാൻ വരുമ്പോൾ പീരങ്കി ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോ ഭാഗങ്ങളാണ് കെട്ടിടത്തിൻ്റെ. ഒരുപാട് ചെടികളൊക്കെ നട്ടുപിടിച്ചിട്ടുണ്ട്. മരങ്ങളൊക്കെ ഉണ്ട്. നല്ല കാറ്റാടി മരമുണ്ട്. ഇത് കുതിരാലയാണ് കാണുന്നത് ഗൈസ്. കുറേ സ്കൂൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അവരോട് ലൈനായി നിന്നിട്ട് കുട്ടികൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആയി പോകുന്നതുകൊണ്ട് ലൈനായിട്ട് നടക്കാൻ അധ്യാപകർ പറഞ്ഞതനുസരിച്ച് അവർ കെട്ടിടത്തിൻ്റെ മുകളിലൂടെ ലൈനായിട്ട് പോവുകയാണ്. ചെറിയ കുട്ടികളല്ലേ, പറഞ്ഞാലൊന്നും കേൾക്കില്ല. ചിലപ്പോൾ ഒരാൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരാൾ അങ്ങോട്ടേക്ക് ഓടും. അപ്പോൾ ശ്രദ്ധിച്ച് നടക്കണമെന്ന് പറഞ്ഞതനുസരിച്ച് അവർ ക്യൂ പാലിച്ചുകൊണ്ട് ശ്രദ്ധാപൂർവം കെട്ടിടത്തിൻ്റെ മുകളിലൂടെ നടക്കുകയാണ്. നല്ല രസമായിരുന്നു കുട്ടികൾ നടന്നു പോകുന്നത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നല്ല ചെക്കിപ്പൂ വിരിഞ്ഞ് നിറഞ്ഞ് കിടക്കുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ കടലിൻ്റെ കരയാണ്, നല്ല കാറ്റൊക്കെ കഴിഞ്ഞ് പീരങ്കി ഉണ്ട് കേട്ടോ. അവിടെ പീരങ്കിയിൽ നിന്ന് ഫോട്ടോ എടുത്താണ്. ഇത് മറ്റേ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോൻ്റെ ഇതാക്കിയതായിരുന്നു. സീറ്റ് അവിടെ ഫിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ അത് ആരും ഉപയോഗിക്കാത്തതില്ലേ. ഇത് ഞാൻ കോട്ടയുടെ മേലെ കയറി എന്നിട്ട് ഒന്ന് മൊത്തം വ്യൂ ഒന്ന് പിടിച്ചതാണ്. കോട്ടയൻ്റെ ഒരു സൈഡായിട്ട് കടലിൻ്റെ ഒരു ഭാഗം, ഇപ്പോൾ ഹാർബർ, അവിടെ മത്സ്യവില്പന, മത്സ്യബന്ധനം ഒക്കെ നടത്തിയിട്ട് അവിടെയാണ് മത്സ്യമൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്നത്. കണ്ണൂരിലെ എല്ലാ ഭാഗങ്ങളിലേക്കും മത്സ്യം കൊണ്ടിറക്കി അവിടെ നിന്നാണ് എല്ലാ ആൾക്കാരും മീൻ വാങ്ങിയിട്ട് കൊണ്ടുപോയി വിൽപ്പന നടത്തുന്നത്. കടലിനക്കരെ പോണോരെ, കാണാ പൊന്നിന് പോണോരെ, പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും, കൈ നിറയെ പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും. 14-ാം രാവിലെ പാലാഴിക്കടവിലെ മത്സ്യകന്യകമാരുടെ മാണിക്യം. ഇത് കോട്ടയുടെ വാതിലാണ് കേട്ടോ. അതിൽ നല്ല മുൾമുനകൾ, ആണി പോലത്തെ ശത്രുക്കളെ ആക്രമിക്കാൻ വരുമ്പോൾ അതിലേക്ക് പെട്ടെന്ന് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല. അത്രക്കുള്ള ശക്തിയുള്ള കോട്ട വാതിലാണ് നമ്മുടെ കണ്ണൂർ കോട്ടയ്ക്ക് ഉള്ളത്. ശക്തമായ തിരമാലകൾ വന്നടിച്ച് അവിടെ ഒരു പാറ തന്നെ ഇങ്ങനെ വെള്ളം അടിച്ചെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ദിവസേനയുള്ള ശക്തമായ തിരകളുടെ പ്രഹരത്താൽ അവിടെ വലിയൊരു ഗർത്തം തന്നെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ വലിയ കരിങ്കല്ലൊക്കെ ഇട്ടിട്ട് നിരത്തിയിട്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ട് ഒരു ഭർത്താവ് ഭാര്യയുടെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. ഞാനതിൻ്റെ ഇടയ്ക്ക് പോയി. ഇപ്പോൾ നല്ല കുറച്ച് വെയിലായി, അവിടെ നിൽക്കാൻ കഴിയുന്നില്ല, നല്ല ചൂടാണ്. ഫോട്ടോ ഞാൻ എൻ്റെ സ്വന്തം കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് കസറി
ആൾക്കാരൊക്കെ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നല്ല തിരക്കായിരുന്നു. ഒരു ഇംഗ്ലീഷുകാരനും അവരുടെ വൈഫും അവിടുന്ന് എന്തൊക്കെയോ ഭാര്യയുടെ ഷൂ കഴിഞ്ഞു പോയിട്ട് കെട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് കാറ്റാടി മരങ്ങളാണ്. ഇവിടെയൊക്കെ ഇരിക്കാൻ നല്ല രസമാണ്. ഞാനിങ്ങനെ അവരൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ പിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, എല്ലാവരും വന്നിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഇത്, കണ്ണൂർ കോട്ട. നല്ല രസമാണ് ഇവിടെ. ഇപ്പോൾ ഇവിടെ കുറേ കെട്ടിടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സഞ്ചാരികൾക്ക് പോകാൻ ബാത്റൂം ഒക്കെ പുതിയതായിട്ടെല്ലാം ആക്കിയിട്ടുണ്ട്. ഇവിടെ വലിയൊരു മരമുണ്ട് ഇതിൻ്റെ അടുത്ത്. ഞങ്ങൾ അവിടെ വന്നിട്ട് അധികം ഇരിക്കും. കുറേ ദൂരമായിട്ട് കാണുന്നുണ്ട് ആ മരം. കുറച്ചുകൂടി നടന്നാൽ കാണും. ഇതാണ് ഈ മരം. അതിന് നല്ല വേരുകളുണ്ട്. ആ വേരിൻ്റെ മേലെ കയറി ഇരിക്കാൻ നല്ല രസമാണ്. ഇപ്പോൾ കടലിൽ എല്ലാവർക്കും ഒരു വീക്ക്നെസ്സാണ്. കടലിൻ്റെ സൈഡിൽ പോയി ഇരുന്നാൽ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ അങ്ങനെ അങ്ങ് പോകുമല്ലേ. കടലിൻ്റെ കാറ്റ് ഏറ്റ് കടലിൻ്റെ ഒച്ച കേട്ട് അങ്ങനെ ഇരിക്കുമ്പോഴുള്ള ഒരു സുഖം അതൊന്ന് വേറെ തന്നെയാണ് ഗൈസ്. കണ്ടോ കടൽ കണ്ടോ? നമ്മുടെ കണ്ണൂരിൻ്റെ സൈഡിലുള്ള കണ്ണൂർ കോട്ടയുടെ സൈഡിലുള്ള കടൽ. ഈ കണ്ണൂർ കോട്ട ഇതാണ് കുതിരാലയാണ് കേട്ടോ. ഇത് വലിയ കുതിരാലയം, വലിയ കെട്ടിടം തന്നെ ഇവിടെ ഉണ്ട്. നമുക്കതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ നടന്നു ഒരുപാട് കവിതാക്കളുടെ കേന്ദ്രം കൂടിയാണ് ഇവിടെ. ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ കൈ പിടിച്ച് നടക്കുന്നുണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാണ് നമുക്ക് കയറി കഴിഞ്ഞാൽ. നിലമൊക്കെ നല്ല ചെത്തുകല്ല് പാകി നിരത്തി അടുക്കി വെച്ചിരിക്കുകയാണ്. എൻ്റെ ക്യാമറ കുറച്ച് ഇതുണ്ട്, സ്പീഡ് എടുക്കുന്നത് അത്ര ക്ലിയറിൽ കിട്ടുന്നില്ല. കുട്ടികളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ലാ 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 ലാ. നമുക്ക് അവിടെ പോയിരുന്നാൽ നമുക്ക് മടങ്ങാൻ തോന്നില്ല. കുറേ സമയം അവിടെ നിൽക്കും. ഇത് കോട്ടയുടെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. ഓക്കെ ഗൈസ്, താങ്ക് യു.